ഒരു പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും സംശയിക്കരുത്. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. ധിക്കാരവും അഹങ്കാരവും കൈമുതലായുള്ള മനുഷ്യർക്കൊരു വിചാരമുണ്ട്. അവർ ചെയ്തതും നേടിയതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ഫലവുമെല്ലാം അവരുടെ മിടുക്ക് കൊണ്ടാണെന്ന്, കഴിവ് കൊണ്ടാണെന്ന് അവർ അങ്ങനെയേ പറയുകയുള്ളൂ, അതുപോലെ ചിന്തിക്കുകയുള്ളൂ. ദൈവത്തെയും സജ്ജനങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് അവരുടെ രീതി. അപ്രതീക്ഷിതമായ ജീവിതത്തിൽ തിരിച്ചടികൾ കിട്ടുമ്പോൾ പോലും അവർ തെറ്റുകൾ തിരുത്താറില്ല, പഠിക്കുകയുമില്ല. പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയുടെ ബലം അത് അനുഭവിച്ചറിയേണ്ടതാണ്. വിശ്വാസമാണല്ലോ എല്ലാത്തിനും വലിയ ശക്തി. നമ്മുടെ പൂർവികരിൽ നല്ലൊരു ഭാഗവും പ്രാർത്ഥനയിലും ആരാധനയിലും വിശ്വസിച്ചിരുന്നവരാണ്. ഇളം തലമുറകളിലേക്ക് ആ വിശ്വാസത്തെ പകർന്നു കൊടുക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു. മനുഷ്യൻ ഏത് മതത്തിലായാലും ഏത് ജാതിയിലായാലും ദൈവം ഒന്നേയുള്ളൂ എന്ന് തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്. പ്രാർത്ഥനയുടെ ശക്തിയും ബലവും അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മുടെ പൂർവികർ എന്നും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി, അതിന് മറുപടി കിട്ടും. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുമെന്ന ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിലെ ദൈവവചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കടുകുമണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ ഈ മലയോട് അങ്ങോട്ട് മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിലെ 20-ാം വാക്യവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കൃത്യമായി കിട്ടിയിരിക്കും എന്നതിന് എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ പലർക്കും പറയാനുണ്ടാവും. രോഗങ്ങൾ മാറാൻ, ജോലി ലഭിക്കാൻ, വിവാഹം നടക്കാൻ, കുട്ടികളുണ്ടാവാൻ, പരീക്ഷകൾ വിജയിക്കാൻ എന്ന് വേണ്ട ഏതൊരു കാര്യം ആഗ്രഹിച്ച് അതിനുവേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുത വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു തന്നിരിക്കും. മരുഭൂമിയിൽ നദികളും വിജനപ്രദേശത്തെ പാതകളും തുറന്നു തരാൻ കഴിവുള്ള ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് ഇന്ന് തന്നെ പ്രാർത്ഥന ആരംഭിച്ചോളൂ. ശുഭദിനം.